ഇന്ന് ഏപ്രിൽ 1. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏപ്രിൽ ഫൂളല്ല ഞാൻ ഉദ്ദേശിച്ചത്. 1973 ഏപ്രിൽ 1 നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയെ സംരക്ഷിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ടുള്ള കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് ടൈഗർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കടുവകളെക്കുറിച്ചും അതുപോലെ കടുവാ സങ്കേതങ്ങളെക്കുറിച്ചും പ്രൊജക്റ്റ് ടൈഗറിനെ കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കടുവകളെക്കുറിച്ച് നോക്കാം. കടുവകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ IUCN റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? IUCN എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഈ സംഘടന ഇറക്കുന്ന റെഡ് ഡാറ്റ ബുക്കിൽ എൻഡേഞ്ചേർഡ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്, അതുകൊണ്ടാണ് ഇതിനെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ പ്രൊജക്റ്റ് ടൈഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രൊജക്റ്റ് ടൈഗർ ലോഞ്ച് ചെയ്തത് 1973 ഏപ്രിൽ 1 ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഇനീഷ്യേറ്റീവ്, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള, നമ്മുടെ ദേശീയ മൃഗത്തെ സംരക്ഷിക്കേണ്ട ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ടൈഗർ ലോഞ്ച് ചെയ്യുന്നത്. 9 കടുവാ സങ്കേതങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇവിടെ വെച്ച് ഈ പ്രൊജക്റ്റ് ടൈഗർ ലോഞ്ച് ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് ടൈഗർ അനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ 55 കടുവാ സങ്കേതങ്ങളുണ്ട്. NTCA അഥവാ ദേശീയ കടുവ സംരക്ഷണ സമിതിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 55ാമതായിട്ട്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രൂപീകരിച്ചതെന്ന് പറയുന്നത് ധോൽപൂർ കരൗളി എന്ന് പറഞ്ഞിട്ടുള്ള കടുവാ സങ്കേതമാണ്. ഇത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ കടുവാ സങ്കേതങ്ങളിലേക്ക് പോകാം. കേരളത്തിൽ 2 ടൈഗർ റിസർവ്സ് അഥവാ കടുവാ സങ്കേതങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ പെരിയാർ കടുവാ സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതമായിട്ട് 1978 പെരിയാർ കടുവാ സങ്കേതത്തെ പ്രഖ്യാപിക്കുന്നത്. ഇനി കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം കടുവാ സങ്കേതമാണ് കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതം. ഇത് ഇന്ത്യയിലെ 38ാമത്തെ കടുവാ സങ്കേതമായിട്ട് 2009 പ്രഖ്യാപിച്ചത്. ഇനി നമ്മൾ ഈ കടുവാ സങ്കേതങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, അതുപോലെ പ്രൊജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ദേശീയ കടുവ സംരക്ഷണ സമിതിയാണ്, അഥവാ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. ഈ NTCAയുടെ അഥവാ ദേശീയ കടുവ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ആരാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മുടെ പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. NTCA തന്നെയാണ് കടുവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സെൻസസ് എടുക്കുന്നത്. ടൈഗർ സെൻസസ് NTCAയുടെ ആഭിമുഖ്യത്തിലാണ് എടുക്കുന്നത്. NTCAയുടെ ഈ കടുവ സെൻസസ് 2006 മുതലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2006 ആദ്യത്തെ സെൻസസ് എടുക്കുകയും 4 വർഷം കൂടുമ്പോൾ 2010, 14, 18 ഏറ്റവും അവസാനമായിട്ട് 2022 ഏറ്റവും അവസാനത്തെ കടുവ സെൻസസ് അഥവാ ടൈഗർ സെൻസസ് എടുത്തിരിക്കുന്നത്. ഈ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ 3682 കടുവകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കടുവകളെ കാണുന്നത് മധ്യപ്രദേശിലും, 2ാമതായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കടുവകളെ കാണുന്നത് കർണാടകയിലുമാണ്. അപ്പോൾ ഈ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് മധ്യപ്രദേശാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് അറിയപ്പെടുന്നത് ടൈഗർ സ്റ്റേറ്റ് ആണ്. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് മധ്യപ്രദേശ് അറിയപ്പെടുന്നത്. ഏകദേശം 500-ൽ കൂടുതൽ 526ഓളം കടുവകൾ കാണുന്ന സംസ്ഥാനമാണ് നമ്മുടെ മധ്യപ്രദേശ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ. അതായത് നമ്മൾ ടൈഗറിനെ കുറിച്ച് പഠിച്ചു, ടൈഗർ കടുവയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പഠിച്ചു. അതിനുശേഷം പ്രൊജക്റ്റ് ടൈഗർ എന്താണെന്ന് പഠിച്ചു. അതുപോലെ കേരളത്തിലെ കടുവാ സങ്കേതങ്ങൾ നമ്മൾ പഠിച്ചു. കടുവകളുടെ സെൻസസിനെ കുറിച്ചും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. സോ താങ്ക് യു സോ മച്ച്.